അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് തിരുവനന്തപുരം പോവാണ്. അതെ, തിരുവനന്തപുരം. അപ്പോൾ ഞങ്ങൾ രാവിലെ 11:50 വണ്ടിക്ക് കയറാനായിട്ട് പ്ലാൻ ചെയ്തു, കിട്ടിയില്ല. ഒരു ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും കയറിയത് ആലുവെന്നാണ്. ഞാൻ കയറിയത് നമ്മുടെ എറണാകുളം സൗത്തിലാണ് ഞാൻ വന്നിരുന്നത്. രാവിലെ മുതൽ വന്നിരുന്നു. അവിടെ കുറേ നേരം പോസ്റ്റ് ഇട്ട്. അപ്പോൾ ഞാൻ 11 മണിക്കായപ്പോൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ട്രെയിൻ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞ് 1:15 ആ ട്രെയിൻ പറഞ്ഞിരുന്നത്. പക്ഷേ അന്വേഷിച്ചപ്പോഴാണെന്നറിയോ, പാങ്ങനക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. 11:50 ട്രെയിൻ 1 മണിക്കൂർ നേരത്തെ വന്നു. അന്വേഷിച്ചപ്പോഴാണെന്നറിയോ 11:45. അന്നേരം അറിഞ്ഞ് സൗത്തിലല്ല നോർത്തിലാണ് ട്രെയിൻ വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ച് 90 കൊടുത്ത് ഞാൻ അവിടെ നോർത്തിൽ വന്ന് ഇറങ്ങി. അവിടെ കറക്റ്റായിട്ട് വണ്ടി കിട്ടി. വണ്ടി കയറിയിരുന്നു. നമ്മളൊരു പിന്നെ ഞങ്ങൾ 2 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാവും. എവിടെ? നെടുമാടല്ലേ? ട്രിവാൻഡ്രത്ത് 2 ദിവസം ഉണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം, സംസാരിക്കാം. നിങ്ങളുടെ ചിലവിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാം. അങ്ങനെ നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ സ്വീകരിക്കട്ടോ. അല്ലേ, നിങ്ങൾ അഹങ്കാരമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് കിരൺ റാഫേൽ, ഇത് ജിസ്മൻ സൈ, ഞാൻ ടിപ്പു സൈ. അപ്പോൾ സജിയാണ്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പറ്റുന്ന ആൾക്കാർ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ അല്ല, നിങ്ങൾ വേണേ ഒരു പാട്ട് പഠിക്കാൻ പറഞ്ഞ ഇപ്പോഴോ പാട്ട് പഠിച്ചു. നമ്മളൊരു പാട്ട് പഠിത്തരാം കേട്ടോ. ഞാൻ കിരമ്പ്രോ കിടലിനായിട്ട് പാട്ട് പാടും. പാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏത് പാട്ട് പാടണം? തമിഴ് മലയാളം പഠിക്കും. അല്ല, വേണ്ട, തമിഴ് പഠിക്കും. പറഞ്ഞല്ലേ തമിഴ്. അവ പേരേ വരലാറ്. വേണ്ട, മെലഡി പഠിക്കും. മേഘം തീരந்து இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொள்ள மாறன் வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி உரையார் மலர் சூடும் போது என்ன மறந்து போவது தான் முறைய, நினைக்காத நேரம் இல்லை காதல் ரதியே. உன் பேரை சொன்னால் போதும் என்று வழிவிடும் காதல் நதிகள், மறக்காது உன்றாகம் மறிக்காது என் தேகம், 5-6 நூற்றாண்டு வாழ்வோம் வாழ்வே. மலர்கள் இது என்ன கனவா, மலைகளே இது என்ன நினைவா. പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കിരമ്പ്രോയുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ വന്ന ലൈക്ക്, ശരി, മറ്റേ കമന്റ് ചെയ്യണ്ട. പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് കമന്റ് ചെയ്യണം. ഇൻസ്റ്റയിൽ കിംബ്രോ നോക്കിയാൽ KIMBRO കിംബ്രോ, കിരൺ റാഫേൽ സെർച്ച് ചെയ്ത് ഒഫീഷ്യൽ അതിന്റെ പേര്. എന്നാലും കിംബ്രോ അടിച്ച പെട്ടെന്ന് സിമ്പിളായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പോകുമ്പോഴേ ഈ കണ്ണമാനം, നമ്മളിപ്പോൾ കേരളവും തമിഴ്നാടും പോലുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യണമല്ലോ. അപ്പം നിങ്ങളുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ. ഇന്നത്തെ ഫുൾ ചെലവാണ്. 5 മിനിറ്റ് കൊണ്ട് തീർക്കും. പിന്നെ സാറിന് ഇതിൽ തന്നെ വേണ്ട ഒരു 2 3 പപ്സും 3 അല്ല കഴിക്കില്ല.
പപ്സിന്റെ ഉള്ളിലെ മുട്ട മാത്രമേ മുട്ട കഴിക്കുള്ളൂ. പിന്നെ 3 സോഡാനിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കഴിച്ച് പോകും. പിന്നെ തിങ്കളാഴ്ച വരുള്ളൂ. നമ്മള് ഇന്നത്തെ ദിവസത്തെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ബസ് കയറി ഒരു 15 രൂപ കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് ഞാനൊരു ടിക്കറ്റ് 90 രൂപ ടിക്കറ്റ് എടുത്തു, അല്ല 85 രൂപ ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ സ്ലീപ്പറിൽ കയറിക്കൊണ്ട് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ബസ്സാണോ അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ചിലവ് അതൊക്കെ വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഫുഡ് ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ഐറ്റംസ് സ്നാക്സ് കഴിക്കാറുള്ളൂ. സ്നാക്സ് ഉച്ചക്കാണെങ്കിൽ കഞ്ഞി കിട്ടിയാൽ അത്രയും സന്തോഷം. പിന്നെ നിങ്ങളുടെയൊക്കെ കരുണകളുണ്ട്. കരുണകളോ? അല്ല, നമ്മൾ വളർത്തി വിട്ട് കഴിഞ്ഞാൽ അതെ നമ്മുടെ രീതിയിലൊക്കെ നമ്മുടെ രീതി മാറ്റിയിട്ട് അവർക്ക് വീഡിയോ ചെയ്യാൻ ഫോട്ടോ പിടിക്കാതെ ആ വീഡിയോ വീഡിയോ ഉണ്ടോ? ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടോ? വാട്സപ്പ് അതുപോലെ അല്ലേ? യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് ഉണ്ട്. കാണിച്ചു നമ്മുടെ ചേട്ടൻ പറയായിരുന്നു അത് ഫോട്ടോ എടുക്കാതെ വീഡിയോസ് പറയായിരുന്നേ, ഫോട്ടോ എടുക്കാതെ മക്കളെ വീഡിയോ എടുക്കും മക്കളെ എന്ന് പറഞ്ഞു. അപ്പൊ ഫോണിൽ തിരിച്ചു വെച്ചത് കൊണ്ട് മനസ്സിലാവില്ലല്ലോ. ചേട്ടൻ നമ്മുടെ ഇപ്പൊ പേജും സെർച്ച് ചെയ്യാൻ ചേട്ടൻ വീഡിയോ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു വീഡിയോ എടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ചേട്ടൻ പറയാ ഫോട്ടോ എടുക്കാതെ ഒരു വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. ഞാൻ പറയായിരുന്നു ഒരു വീഡിയോ എടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നമ്മൾ സാധാരണ ഇങ്ങനെയല്ല ചെയ്യാറെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ജിസ്മോൻ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതായത് ജിസ്മോൻ ഫാമിലി എന്നൊരു പേജ് ഉണ്ട്. പിന്നെ നമുക്ക് ജിത്തു സച്ചി എന്നൊരു ചാനലുണ്ട്. പിന്നെ കിരൺ റാഫേൽ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ ഒരു ചാനലും ഉണ്ട്. അപ്പം അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എന്റെ ചാനൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബിഗിനിങ് സ്റ്റേജ് ആണ്. അപ്പൊ വീഡിയോസ് കിട്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറ്റി കൊണ്ടുവരാനായിട്ട് സഹായിക്കണം നമ്മളെ. പിന്നെ സംസാരം എന്തെങ്കിലും ബോറടി ഉണ്ടെങ്കിൽ നല്ല ബോറടിയാണ്. പിന്നെ ഞങ്ങളുടെ സംസാരമില്ലേ എന്റെ സംസാരം കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടെ മാറ്റാനായിട്ട് നമുക്ക് തോന്നുന്നു. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരിക്കല്ലോ.